ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 24. ചരട് ഉപയോഗിക്കാനാവാത്ത വിധം ചെറുതാണ്. ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം. മാർഗ്രറ്റ് അമ്മായിയുടെ മിതവ്യയം ഐതിഹാസികമായിരുന്നു. അവർ മരിച്ചതിനു ശേഷം അവളുടെ മരുമക്കൾ അവരുടെ സാധനങ്ങൾ അടുക്കി പെറുക്കുക എന്ന ഗൃഹാതുരത്വം നിറഞ്ഞതും പ്രയാസകരവുമായ ജോലി ആരംഭിച്ചു. ഒരു ഡ്രോയറിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗിനുള്ളിൽ വൃത്തിയായി അടുക്കി വെച്ച ചെറിയ ചരടുകളുടെ ഒരു കൂട്ടം അവർ കണ്ടെത്തി. അതിൻ്റെ ലേബൽ ഇങ്ങനെയായിരുന്നു: ചരട് ഉപയോഗിക്കാനാവാത്ത വിധം തീരെ ചെറുതാണ്. ഉപയോഗശൂന്യമെന്ന് തങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും സൂക്ഷിക്കാനും തരംതിരിക്കാനും ഒരാളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഒരു പക്ഷേ ഈ വ്യക്തിക്ക് ഒരിക്കൽ അങ്ങേയറ്റത്തെ ദാരിദ്ര്യം അറിയാമായിരുന്നിരിക്കണം. ഇസ്രായേലിയർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവർ കഷ്ടപ്പാടുകളുടെ ജീവിതം ഉപേക്ഷിച്ചു. എന്നാൽ അവർ തങ്ങളുടെ യാത്രാവേളയിൽ പലപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം മറന്നു. ഭക്ഷണത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങി. അവർ തന്നിൽ വിശ്വസിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവരുടെ മരുഭൂമിയിലെ ഭക്ഷണത്തിനായി അവൻ മന്ന നൽകി. മോശയോട് പറഞ്ഞു, അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പിറക്കിക്കൊള്ളേണം. ശബ്ബത്തിൽ മന്ന ലഭിക്കയില്ല. അതിനാൽ 6-ാം ദിവസം ഇരട്ടിയായി ശേഖരിക്കാനും ദൈവം അവരോട് നിർദ്ദേശിച്ചു. ഇസ്രായേലിയർ ചിലർ അനുസരിച്ചു, ചിലർ അനുസരിച്ചില്ല. അവർ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നു. സമൃദ്ധിയുടെ സമയങ്ങളിലും നിരാശയുടെ സമയങ്ങളിലും നിയന്ത്രണത്തിനായുള്ള തീവ്രമായ ശ്രമത്തിൽ മുറുകെ പിടിക്കാനും പൂഴ്ത്തിവെക്കാനുമുള്ള പ്രലോഭനം സഹജമാണ്. എല്ലാം നമ്മുടെ സ്വന്തം കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. ചരടിൻ്റെ തുണ്ടുകൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒന്നും പൂഴ്ത്തിവെക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. ചിന്തിക്കുക, ഏതു വിധത്തിലാണ് നിങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ കയ്യിലെടുക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളോട് വിശ്വസ്തനാണെന്ന് എങ്ങനെയെല്ലാം തെളിയിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം.